സാർ, നമുക്കറിയാം മിമിക്രി വേദിയിൽ തുടങ്ങി ചിരിയുടെ തമ്പുരാനായി മാറിയൊരു നടനാണ്, വേഴ്സറ്റൈൽ ആക്ടറാണ്. നമ്മളെല്ലാം നമ്മുടെ വീടുകളിലെല്ലാം സലീം കുമാറിൻ്റെ ഒരു ഡയലോഗ് ഇല്ലാതെ ഇന്ന് വരെ കടന്നു പോയിട്ടില്ല. അദ്ദേഹമാണ് വിടവാങ്ങുന്നത്. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് തന്നെ പറയുന്നത്. എനിക്ക് സലീമിനെ മാറ്റി നിർത്തിയിട്ട് ഒരു സിനിമ പോലും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. എന്റെ മിക്കവാറും എല്ലാ പടങ്ങളിലും കല്യാണം കാശിപ്പട്ടണം വൺമാൻ ഷോ അങ്ങനെ ഇങ്ങനെ നിരനിരയായിട്ട് കിടക്കണം. എല്ലാ പടങ്ങളിലും സലീം ഉണ്ടാവും. സലീമിന്റെ പ്രസൻസ് ഈ ഒരു പടത്തിൽ ഇല്ലെങ്കിൽ സലീം അപ്പോൾ വിളിക്കുന്നത് എന്താണ് ഞാൻ ഇല്ലാതെ സിനിമ എടുക്കുന്നു, അതെങ്ങനെ കഥ ഉണ്ടായി എന്ന് ചോദിക്കുന്ന ഒരു വലിയ സുഹൃത്ത്. ഒരു എന്താ പറയാ, തമാശയുടെ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു വലിയൊരു ഒരു സ്ഥാനങ്ങൾ ഒരു കസേര ഒഴിച്ചിടുക എന്നൊക്കെ പറയുന്നത്, അതായത് ഇല്ലായ്മയിൽ നിന്ന് തമാശ ഉണ്ടാക്കാനും ഒന്നുമില്ലായ്മയിൽ നിന്ന് വളരെ അടുത്തുള്ള തമാശ ഉണ്ടാക്കാനും കാലങ്ങളോളം നിലനിൽക്കുന്ന തരത്തിലുള്ള തമാശ ഉണ്ടാക്കാനും പറയാനും അത് പ്രസന്റ് ചെയ്യാനും അത് പ്രസന്റ് ചെയ്തിട്ട് അതിന്റെ 100% എഫക്റ്റോടി അത് അവതരിപ്പിക്കാനുള്ള സലീമിന്റെ കഴിവിനെ പറയാതിരിക്കാൻ നിർത്തിയില്ല. അതുപോലെ സ്വജീവിതത്തിലാണെങ്കിൽ പോലും പുള്ളി പറയുന്ന തമാശകള് അത് നമ്മൾ ചിരിക്കുമ്പോൾ നമ്മളെക്കാൾ ഉറക്കെ അതിൽ കൂട്ടിയേർന്ന് ചിരിക്കാണ്. സലീം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ സജീവമായി നമ്മുടെ എല്ലാവരുടെ എത്ര ഡള്ളായിട്ടുള്ള മൂടാണെങ്കിലും അതൊക്കെ മാറിയിട്ട് വളരെ സന്തോഷകരമായിട്ടുള്ള അവസ്ഥ. ഞാനെപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ എനിക്ക് ഇങ്ങനൊരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞു എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാല് നമ്മുടെ എന്താ പറയാ, അത് ഒരു പുറത്തുനിന്നൊരാൾ വന്നതായിട്ട് നമുക്ക് ഒരിക്കലും തോന്നൂല. അത് സലീമിന്റെ വീട്ടിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അഷ്ടവാട് കിട്ടിയപ്പോഴൊക്കെ ആദ്യം തന്നെ മുടി ഓടി വന്ന് എന്റെ അടുത്തായിരുന്നു. ഇവിടെ വന്നിരുന്നു. പിന്നെ നാഷണൽ ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ തന്നിരുന്നു. ഞാൻ തന്നെ ഇവിടുന്ന് എന്റെ ഉപയോഗിക്കാത്തൊരു പുതിയ ഡ്രസ് ഉണ്ടായിരുന്നു, ജുബയും കാര്യങ്ങളൊക്കെ, അത് കൊടുത്തു ഇട്ടു നോക്കി ഹാപ്പിയായി. ഞാനേട്ടാ ഓക്കേടാ ഏട്ടാ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ പോകും. അങ്ങനെ എന്താ പറയാ, അതൊരു സിനിമാ ബന്ധമൊന്നും അല്ല, അത് അതിനപ്പുറത്തുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള റിലേഷനായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിലുണ്ടായിരുന്നു. മരിച്ചു കഴിഞ്ഞ് പിന്നെ 15 മിനിറ്റ് കൂടി ഞാൻ അവിടെ നിന്നുള്ളൂ. എനിക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അവിടെ ഉണ്ടായിരുന്നു, അവിടെ ചന്തു ഉണ്ടായിരുന്നു, ആരോമൻ ഉണ്ടായിരുന്നു, സലീമിന്റെ ഭാര്യ ഉണ്ടായിരുന്നു, സുഹൃത്തുക്കളൊക്കെ കുറച്ച് പേരുണ്ടായിരുന്നു, പിന്നെ ആൻഡോ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവിടെ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വീട്ടിൽ വന്ന് കയറിയേ ഉള്ളൂ. വന്നിട്ട് ഹാർട്ട് അങ്ങനെ പോകണം. എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, എനിക്ക് സഹിക്കാൻ പറ്റാത്ത, എന്താ പറയുക, നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെടുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. ഒരു നല്ല സുഹൃത്തും തമാശയുടെ ഒരു യുഗവും അവസാനിച്ചു എന്ന് തന്നെ പറയാം. സാർ, ഒരുപാട് സിനിമകളിൽ നിങ്ങൾ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിലും എല്ലാവരെയും ചിരിപ്പിച്ച, യഥാർത്ഥ ജീവിതത്തിലും എല്ലാവരെയും ചിരിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ് കടന്നു പോകുന്നത്. മലയാള സിനിമയുടെ ഒരു ഹാസ്യ കാലഘട്ടം കൂടിയാണ് അവസാനിക്കുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. അതൊരു എന്താ പറയാ, സലീം വന്നു കഴിഞ്ഞാൽ ആ ഷോട്ടിൽ തമാശ ഇല്ലെങ്കിൽ പോലും എവിടെന്നോ ഒരു മാന്ത്രിക വിദ്യ പോലെ തമാശ വന്നതിനകത്തേക്ക് കയറുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. സലീം എന്ന് പറഞ്ഞാൽ ഈ കെമിസ്ട്രി എന്നൊക്കെ പറയില്ലേ, ഞങ്ങളൊക്കെ തമ്മിലുള്ള കെമിസ്ട്രി ഭയങ്കര രസമായിരുന്നു. ഇപ്പൊ ബെസ്റ്റ് ആക്ടർ പടത്തിലാണെങ്കിലും ഈ എല്ലാ സിനിമകളിലും അതെ. തൊമ്മനും മക്കളും സിനിമയിലൊക്കെ ഞാൻ ഇന്ന് അത്ഭുതത്തോടെ വർക്ക് ചെയ്യുന്നത്. തൊമ്മനും മക്കളും സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അന്നൊരു സലീമിനൊരു മിനിമം 90 കിലോ വെയിറ്റ് ഉണ്ടാവും. ഞാൻ അന്ന് സലീമിനെ വെറുതെ എടുത്ത് തോർത്തെടുത്തിട്ട് നടന്നു പോകുന്നുണ്ട് അതിനകത്ത് ഒരു ഷോട്ടിൽ തന്നെ. ഞാൻ ആലോചിക്കുന്നത് എങ്ങനെ അത് എടുത്തു. അതെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു എന്താ പറയാ, എടുക്കുമ്പോ എനിക്കൊരു അന്നൊരു വെയിറ്റ്, ഒരു ഭാരം പോലെ ഫീൽ ചെയ്തിട്ടില്ല.